ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതയാത്ര ആരംഭിച്ച തൃശൂരിലെ പുത്തഞ്ചിറയിലുള്ള ജന്മഗൃഹത്തിലാണ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മഗൃഹവും കല്ലറയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഇരിങ്ങാലക്കുട രൂപതയിലെ പുത്തഞ്ചിറ എന്ന സ്ഥലത്താണ്. സീറോ മലബാർ കത്തോലിക്ക സഭയിലെ വിശുദ്ധയും ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട 5ാമത്തെ വ്യക്തിയുമാണ് മറിയം ത്രേസ്യ. ഓ എൻ്റെ അമ്മേ മറിയം ത്രേസ്യേ, നീ എൻ്റെ സ്വർഗീയ മധ്യസ്ഥയെ, ഞാൻ കേഴുന്ന നേരം സ്വർഗത്തിൽ നിന്നും തൂകുന്ന വരമാരി നീയാണമ്മേ. ഓ എൻ്റെ അമ്മേ മറിയം ത്രേസ്യേ. തൃശൂരിൽ നിന്ന് 35 കിലോമീറ്ററും അങ്കമാലിയിൽ നിന്ന് 25 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. മനോഹരമായ പൂന്തോട്ടത്തിന്റെ നടുവിൽ പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ വീട് നമുക്ക് കാണാം. ഇതാണ് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മഗൃഹം. ഈ വീട് പഴയകാലത്ത് ഓല വീടായിരുന്നു. അതിനുശേഷം ഈ വീട് വിൽക്കുകയും പിന്നീട് വാങ്ങിയവർ തന്നെ ഈ വീട് സന്യാസ സമൂഹത്തിന് ദാനമായി കൊടുക്കുകയുമാണ് ഉണ്ടായതെന്നാണ് ചരിത്രം. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് മറിയം ത്രേസ്യയുടെ യഥാർത്ഥ ജന്മഗൃഹം. വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ മറിയം ത്രേസ്യയുടെ വാക്കുകളും ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളും എഴുത്തുകളായും ചിത്രങ്ങളായും ചുവരിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കാണാം. തൃശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ ചിറമേൽ മങ്കിടിയൻ തോമായുടെയും താണ്ടായുടെയും മകളായാണ് മറിയം ത്രേസ്യ ജനിച്ചത്. തോമ താണ്ട ദമ്പതികളുടെ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും അടങ്ങുന്ന 5 മക്കളിൽ 3ാമത്തവളായിരുന്നു മറിയം ത്രേസ്യ. ധാരാളം ഭൂസ്വത്തുക്കളുള്ള ഒരു സമ്പന്ന കുടുംബമായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യയുടേത്. മറിയം ത്രേസ്യയുടെ അപ്പൂപ്പൻ തന്റെ 7 പെൺമക്കളെയും സ്ത്രീധനം നൽകി വിവാഹം ചെയ്തയക്കുവാനായി ഭൂമി വിറ്റ് തീർക്കുകയും അങ്ങനെ ദരിദ്രരായി തീരുകയും ചെയ്തു. ദാരിദ്ര്യാവസ്ഥയിൽ മനം നൊന്ത് അവളുടെ പിതാവും സഹോദരനും മദ്യപാനത്തിന് അടിമകളായി മാറി. ഈ അവസ്ഥയിലും അമ്മയുടെ ശിക്ഷണത്തിൽ വളരെയേറെ ഭക്തിയിലും വിശുദ്ധിയിലും മറിയം ത്രേസ്യ വളർന്നു. വലിയ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ത്രേസ്യയുടെ കുടുംബത്തിന് മഠത്തിൽ ചേരുന്നതിന് നൽകേണ്ട പത്രമേനിയായ 150 രൂപ പോലും നൽകാനായില്ല എന്നും പറയപ്പെടുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് മറിയം ത്രേസ്യയ്ക്ക് ലഭിച്ചത്. മറിയം ത്രേസ്യയുടെ 12ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ താണ്ട മരിക്കുകയും അതിനുശേഷം പൂർണ്ണസമയം പ്രാർത്ഥനയിലൂടെയാണ് ജീവിതം മറിയം ത്രേസ്യ മുൻപോട്ട് കൊണ്ടുപോയത്. ഒരിക്കൽ തന്റെ വീട്ടിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒളിച്ചോടുവാനും അവിടെ മലമ്പ്രദേശത്ത് പ്രാർത്ഥനയിലും അനുതാപത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അവൾ പദ്ധതിയിട്ടെങ്കിലും അത് നടന്നില്ല. ത്രേസ്യയും അവളുടെ 3 സഹചാരികളും കൂടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഒരു പ്രേക്ഷിത സംഘം രൂപീകരിക്കുകയും ചെയ്തു. പുരുഷന്മാർക്കൊപ്പമല്ലാതെ സ്ത്രീകൾ വീട് വിട്ട് പുറത്തു പോകാറില്ലാത്ത അന്നത്തെ കാലത്തെ ആചാരത്തെ മറികടന്നുകൊണ്ടായിരുന്നു അവരുടെ ഈ പ്രവർത്തനങ്ങൾ. സഹായം ആവശ്യമായ കുടുംബങ്ങളെ കണ്ടെത്തി അവർ സഹായിച്ചു. ഇത് പെൺകുട്ടികളെ തെരുവിലേക്ക് ഇറക്കുന്നു എന്ന വിമർശനത്തിനിടയാക്കി. പ്രവചനവരം, രോഗശാന്തി, തേജോവലയം, മാധുര്യമേറിയ പരിമളം തുടങ്ങിയ നിഗൂഢമായ ദൈവിക സമ്മാനങ്ങളാൽ അനുഗ്രഹീതയായിരുന്നു മറിയം ത്രേസ്യ. വെള്ളിയാഴ്ചകളിൽ ത്രേസ്യ തന്റെ മുറിയുടെ ഭിത്തിയിൽ നിലം തൊടാതെ ക്രൂശിത രൂപത്തിന്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്നത് കാണുവാൻ ആളുകൾ തടിച്ചുകൂടുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇവിടെ നമ്മുടെ പ്രാർത്ഥനകൾ എഴുതിയിടാനുള്ള ഒരു ബോക്സും വെച്ചിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാവുന്നതാണ്. സന്യാസ ജീവിതം കൊതിച്ച ത്രേസ്യയെ വീട്ടുകാർ അന്നത്തെ തൃശൂർ മെത്രാൻ ജോൺ മേനാച്ചേരിയുടെ അനുമതിയോടെ ഒല്ലൂരിലെ കർമ്മലീത്ത മഠത്തിലാക്കി. എന്നാൽ താൻ ആഗ്രഹിക്കുന്ന താപസ ജീവിതത്തിനുള്ള ഇടം അതല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ പുത്തഞ്ചിറയിലെ വീട്ടിലേക്ക് മടങ്ങി. അവൾക്ക് പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ഒരു ഭവനം അത്യാവശ്യമാണെന്ന് ആത്മീയ പിതാവായ വിധേയത്തിലച്ഛൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം മുൻകൈയെടുത്ത് നാട്ടിലൊരു ചെറു ഭവനം പണിതു. ഇതായിരുന്നു ഹോളി ഫാമിലി സന്യാസ സഭയ്ക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യ വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നത്.
വിശുദ്ധ മറിയം ത്രേസ്യയുടെ ലാളിത്യവും എളിമയും വിശുദ്ധിയും നിരവധി പെൺകുട്ടികളെ അവരിലേക്ക് ആകർഷിച്ചു. അങ്ങനെ മറിയം ത്രേസ്യയുടെ ജീവിതകഥകൾ മുൻപോട്ടു പോയി. വീടിന്റെ പുറത്ത് മറിയം ത്രേസ്യ ഉപയോഗിച്ചിരുന്ന കിണറും ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ കാണാൻ കഴിയും. മറിയം ത്രേസ്യ മഠം പണിയാനായി കാശിനായി ബുദ്ധിമുട്ടിയപ്പോൾ കൊച്ചി രാജാവിനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നതും കൂടാതെ ത്രേസ്യയുടെ ജീവിതത്തിലെ മറ്റു പ്രധാന സംഭവങ്ങളും പ്ലോട്ടുകളായി ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മഭവനം വിദൂരതയിൽ മറയുമ്പോൾ ആ പുണ്യാത്മാവിന്റെ ജീവിതം ഏതൊരു വിശ്വാസിയുടെ മനസ്സിലും ആഴത്തിൽ പതിയുന്നു. അറിവ് വെച്ച പ്രായം മുതൽ നന്മയുടെയും ദൈവത്തിന്റെയും പാതയിൽ നടന്ന് ഏവർക്കും മാതൃകയായി മാറിയ ഈ പുണ്യാത്മാവ് ഇന്നും വിശ്വാസികളുടെ മനസ്സിൽ ജീവിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് 3 കിലോമീറ്റർ അകലുള്ള കുഴിക്കാട്ടുശ്ശേരിയിലുള്ള മറിയം ത്രേസ്യയുടെ കബറിട ദേവാലയത്തിലേക്കാണ്. ഇവിടെ തന്നെയാണ് മറിയം ത്രേസ്യയുടെ ആത്മീയ പിതാവായ ജോസഫ് വിധേയത്തിൽ അച്ഛനെയും അടക്കം ചെയ്തിരിക്കുന്നത്. അൾത്താരയുടെ മുന്നിലായി തന്നെ 2 കല്ലറയും നമുക്ക് കാണാം. അനേകം ആളുകളാണ് പ്രാർത്ഥിക്കാനായി ഇവിടെ എത്തുന്നത്. കൂടാതെ മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടം തന്നെയാണ് മറിയം ത്രേസ്യ അന്തരിച്ച മുറിയുമുള്ളത്. ചുമരിലായി മറിയം ത്രേസ്യയുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയം ത്രേസ്യയ്ക്ക് അമ്മ വീട്ടിൽ വെച്ച് പഞ്ചക്ഷതം ലഭിച്ചപ്പോൾ ധരിച്ചിരുന്ന ചട്ട കഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. മറിയം ത്രേസ്യയുടെ കല്ലറയുടെ മുകളിൽ ആദ്യം ഇട്ടിരുന്ന സ്ലാബാണിത്. ജൂൺ 8 മറിയം ത്രേസ്യ മരണമടയുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറിയം ത്രേസ്യയുടെ കാലിലേക്ക് ക്രാസിക്കാലുകളിൽ ഒന്ന് ഒടിഞ്ഞു വീഴുകയാണുണ്ടായത്. ഈ മുറിവ് അതിയായ സഹനങ്ങൾക്ക് വഴിതെളിച്ചു. പ്രമേഹ രോഗമുണ്ടായിരുന്നതിനാൽ ആ മുറിവ് ഭേദമാകാത്തതായിരുന്നു മരണത്തിന്റെ കാരണം. ഇവിടെ തന്നെ മറിയം ത്രേസ്യ താമസിച്ച മുറിയും കിടന്ന കട്ടിലും വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. കൂടാതെ കാലിൽ വീണ് മുറിവുണ്ടാക്കിയ ക്രാസിക്കാലും ഇവിടെയുണ്ട്. മറിയം ത്രേസ്യ വഴി അനുഗ്രഹം ലഭിച്ച അനേകരുടെ ഫോട്ടോയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ഇതുപോലുള്ള യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.